സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മഴ ലഭിക്കുകയാണ്. പലയിടങ്ങളിൽ നിന്നും നാശനഷ്ടമടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കവും ഉണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. കേരള കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടറായിട്ടുള്ള നീത കെ ഗോപാലാണ് റിപ്പോർട്ടറിനോടൊപ്പം ചേരുന്നത്. വലിയ മഴ ഇന്നലെ രാത്രി, നേരത്തെ കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരുന്നതാണ് വലിയ മഴ ഉണ്ടാകുമെന്ന്. അതുപോലെ തന്നെ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി വലിയ മഴയുണ്ടായി. പലയിടങ്ങളിലും നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് നിലവിലെ ഒരു സ്ഥിതി? കേരളത്തിൽ പരക്കെ ശക്തമായ മഴ പെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും നദികളിലും തോടുകളിലും അരുവികളിലും ജലാശയങ്ങളിലുമൊക്കെ പെട്ടെന്ന് തന്നെ ജലനിരപ്പ് ഉയർന്നത്. മിക്കവാറും എല്ലാ ജില്ലകളിലും തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അലേർട്ട് ഉണ്ടായിരുന്നു. മിക്കവാറും ഭൂരിപക്ഷം ജില്ലകളിലും ഓറഞ്ച് അലേർട്ടുമായിരുന്നു. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ കാലവർഷം അതിശക്തമായിട്ട് തന്നെയാണ് ഇന്നും തുടരുന്നത്. നമ്മുടെ പടിഞ്ഞാറൻ അല്ലെങ്കിൽ കാലവർഷക്കാറ്റിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല. ശക്തമായിട്ട് തന്നെ കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മലയോര മേഖലകളിൽ പ്രത്യേകിച്ചും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് വടക്കൻ ജില്ലകളിൽ മലപ്പുറം തുടങ്ങി കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ട് ഇഷ്യൂ ചെയ്തിരിക്കുക. അപ്പോൾ ഇന്നലെയും വടക്കൻ ജില്ലകളിൽ മഴയുണ്ടായിരുന്നു, ശക്തമായ മഴയുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് പെയ്യുന്ന മഴയും കൂടി അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ മധ്യ കേരളത്തിലും ഇന്നലെ മഴയുണ്ടായിരുന്നു. മധ്യ കേരളത്തിലും മഴയ്ക്ക് ഒരു ശക്തമായിട്ട് തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായിട്ടാണ് ഇന്ന് മഴ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോൾ തെക്കൻ ജില്ലകളിൽ ഇന്നലെ പെയ്ത മഴയുടെ ഒരു ഇമ്പാക്റ്റ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത്. പക്ഷേ നാളെ രാവിലെയോടുകൂടി ഈ മഴയിൽ കാര്യമായ കുറവ് വരും. അപ്പോൾ ഇന്നൊരു ദിവസം നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കേണ്ടതുണ്ട്. ഈ നിലവിൽ ഇപ്പോൾ 8 ജില്ലകളിൽ റെഡ് അലേർട്ടും 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും എന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ഈ റെഡ് അലേർട്ട് നൽകിയിരിക്കുന്ന ജില്ലകളിലെ വരും മണിക്കൂറിലെ ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും? ഇപ്പോൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് കൊടുത്തത് ഇന്നലെ പെയ്ത മഴയുടെ ആ ഒരു ഇമ്പാക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം രാത്രിയിലും വെളുപ്പിനുമായിട്ടാണ് മഴ പെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ആഘാതം ഇപ്പോഴുമുണ്ട്. പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും കിഴക്കൻ മലകളിലൊക്കെ പെയ്ത മഴവെള്ളമൊക്കെ ഒഴുകി എത്തുന്നതേ ഉള്ളൂ. പല സ്ഥലങ്ങളിലും വെള്ളം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് പെയ്യുന്ന മഴ, ഇന്ന് നമ്മൾ 20 സെൻറ്റിമീറ്റർ വരെയുള്ള വെരി ഹെവി കാറ്റഗറിയിലുള്ള വാർണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു മഴയുടെയും ഇന്നലെ പെയ്ത മഴയുടെ ഇമ്പാക്റ്റും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 4 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് റെഡ് അലേർട്ട് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഓറഞ്ച് അലേർട്ട് കൊടുത്തിരിക്കുന്ന ജില്ലകളിൽ 20 സെൻറ്റിമീറ്റർ വരെയെങ്കിലും മഴ പെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് തെക്കൻ ജില്ലകളിൽ ആദ്യം സൂചിപ്പിച്ച പോലെ മഴയുടെ ശക്തി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏതാണ്ട് 300 മില്ലിമീറ്ററിലധികം മഴ ലഭിച്ച ഇടങ്ങളിൽ ഉണ്ട് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് രാവിലെ പറയുകയുണ്ട്. ഏത് സ്ഥലത്താണ് അത്രയധികം മഴ പെയ്തത്? അത് പത്തനംതിട്ടയിലെ വടശ്ശേരിക്കരയിൽ ഒരു സ്വകാര്യ വെതർ ഒബ്സർവർ ഉണ്ട്. അദ്ദേഹം സ്ഥിരമായിട്ട് റെയിൻ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അവിടെയാണ് 32 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ പെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. നമ്മളുടെ IMD ഒബ്സർവേറ്ററിയിൽ 22 സെൻറ്റിമീറ്ററോളം മഴ പെയ്തിരുന്നു രാവിലെ 5:30 മണി വരയ്ക്കും. അപ്പം പത്തനംതിട്ട ജില്ലയിലും അതിനോട് ചേർന്ന് ഇടുക്കി ജില്ലയിലും കോട്ടയം ജില്ലയിലും മലയോര മേഖലകളിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ പെയ്ത ഒരു സ്ഥലമെന്ന് പറയുന്നത്. ഇനിയിപ്പം ഈ മലയോര മേഖലകളിൽ കാറ്റിൻ്റെ കൂടെ ഒരു സ്വാധീനം കണക്കിലെടുത്തുകൊണ്ട് മഴ കൂടുതലുണ്ടാകുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി വളരെ വലുതായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി അടക്കമുള്ള ഇടങ്ങളിൽ ഇതിനോടകം തന്നെ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം വടക്കോട്ടുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും? മധ്യ കേരളത്തിൽ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സാഹചര്യം എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഇന്നലെ കൂടി മഴ പെയ്തിരുന്നുണ്ട്. പ്രത്യേകിച്ചും കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നേരിയ തോതിലാണെങ്കിലും മഴ തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇന്നത്തെ ഒരു അതിശക്തമായ അല്ലെങ്കിൽ അതിതീവ്ര മഴയുടെ ഒരു സാധ്യതയും കൂടി കണക്കിലെടുത്തുകൊണ്ട് ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ഈ മഴയുടെ ഒരു പ്രത്യേകത വളരെ പെട്ടെന്ന് പെയ്യുന്ന മഴയുടെ അളവ് വളരെ കൂടുതലാണ് കുറഞ്ഞ സമയത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആഘാതം അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് വളരെ ഗൗരവമുള്ളതായിരിക്കും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് പറയുന്നത്. നിർണായകമായൊരു പകലായിരിക്കുമോ ഇന്ന്, അങ്ങനെ പറയാൻ സാധിക്കും? ഇന്ന് നമ്മൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള അതോറിറ്റിയുടെ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പൊതുജനങ്ങളും ബോധവാന്മാരാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷനെ പറ്റി. അതുകൊണ്ട് നമ്മൾ മുൻകരുതലോടെ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാവരും. പക്ഷേ ഇന്ന് പകലൊന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിശക്തമായ മഴ പല സ്ഥലത്ത്
വ്യാപകമായി പെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വേറെയാണ്. നമ്മൾ 1-2 സ്ഥലത്ത് ശക്തമായ മഴ പെയ്യുന്ന പോലെ, അല്ലെങ്കിൽ വ്യാപകമായിട്ട് ശക്തമായ മഴ പെയ്യുമ്പോൾ കിട്ടുന്ന മഴവെള്ളത്തിൻ്റെ അളവ് കൂടുതൽ. ഇപ്പം വളരെ പെട്ടെന്നായിരിക്കും നദികളിലും തോടുകളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ജലാശയങ്ങളിലേക്ക് പോകുന്നതും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക, കഴിയുന്നതും അനാവശ്യ യാത്രകളൊക്കെ, അത്യാവശ്യമില്ലാത്ത യാത്രകളൊക്കെ ഒഴിവാക്കുക. പിന്നെ മലയോര മേഖലകളിലേക്ക് പ്രത്യേകിച്ചും ഒരു ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് യാത്ര ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കാറുണ്ട്. അത് കൃത്യമായും ഒന്ന് പാലിച്ചാൽ നമുക്ക് ഇന്നൊരു ദിവസം സേഫായിട്ട് നമുക്ക് കടന്നു പോകാം. ഈ കേരള തീരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന, ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്ന ന്യൂനമർദ്ദപാത്തി തന്നെയാണോ നിലവിലെ മഴയ്ക്ക് കാരണം? നാളെ അതിൻ്റെ ശക്തി എങ്ങനെയായിരിക്കും, കുറയും എന്ന് തന്നെയാണ്? ആ ന്യൂനമർദ്ദപാത്തിയുണ്ട്. പിന്നെ നമ്മുടെ പടിഞ്ഞാറൻ കാറ്റ് വളരെ ശക്തമായിട്ട് തുടരുന്നുണ്ട്. അപ്പോൾ പടിഞ്ഞാറൻ കാറ്റ് ശക്തിയായിട്ട് വീശുമ്പോഴാണ് മലയോര മേഖലകളിൽ മഴ കൂടുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അത് നാളെ രാവിലെയോടുകൂടി ഈ വെതർ സിസ്റ്റത്തിൻ്റെ എല്ലാം ഒന്ന് തീവ്രത കുറയുന്നതോടുകൂടി നമ്മുടെ മഴയുടെ ഒരു തീവ്രതയും കുറയും. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി വീശുന്നുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ നീണ്ടു കിടക്കുന്ന ഒരു ന്യൂനമർദ്ദ പാത്തിയുമുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും സ്വാധീന ഫലമായിട്ടാണ് കേരളത്തിൽ വ്യാപകമായി തന്നെ മഴ ലഭിക്കുന്നത്. ഇത്തരത്തിൽ എല്ലായിടങ്ങളിലും വ്യാപകമായി മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പകൽ അത് ജാഗ്രതയോടെ തന്നെ മുന്നോട്ടേക്ക് പോകണം. നാളെയോടുകൂടി മഴ കുറയാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നതെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്.